പണിയായിരുന്നു രാവിലെ. അതുകൊണ്ടാണ് എനിക്ക് തീരെ ഇടാൻ തോന്നാഞ്ഞത്. ഞാൻ ഇടാഞ്ഞ കേട്ടോ, സമയമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടില്ല. ഇല്ല മോളൂസേ അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. സമയം എത്രയാടോ? അമ്മ സിൻസി എന്താ പറയണേ? അമ്മാന്നോ? എല്ലാരും ലൈക്ക് അടിച്ചേ. ലൈക്ക് അടിക്കാൻ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കട്ടോ. സാധിക്കേ അങ്ങനെയാണ് അപ്പൊ നമ്മുടെ കഥകൾ. ഇവത്തിൽ കുറച്ച് പേർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് മിണ്ടാതിരിക്കണേന് ഇഷ്ടം. ചുമ്മാ മൂക്ക് കൊണ്ട് ഡാൻസ് കളിക്കും. അതെ, അതും ബ്രേക്ക് ഡാൻസ്. നമ്മുടെ പാത്തു വന്നിട്ടുണ്ട് കേട്ടോ. പാത്തു ഞാനിന്ന് ഒരേ കോസ്റ്റ്യൂം അത് അങ്ങനെയൊക്കെ അല്ലേ അന്നൊക്കെ കുറച്ചു നേരം ലൈവിൽ എടുക്കുള്ളൂ. നമ്മളെ പാത്തുവിന്റെ ഫോണ് പാത്തോട് ചവിട്ടല്ലേ. ഹായ് കൊടുത്ത പാത്തുവോ? ഹലോ ചോദിക്കണേ സിൻസി ചേച്ചി. അവിടെ കയറണ്ട, ഇവിടുന്ന് കൊടുത്ത ഗൈസ്. അവൾക്ക് 10 പവന്റെ മാല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെവിടുന്നാ? ഉമ്മച്ചിന്റെ മാല കിട്ടുന്നതാണ്. ഭയങ്കര സ്റ്റൈലാണ് ഗൈസ്. രാവിലൊക്കെ ഞാൻ നീച്ച് കണ്ണും മോറൊക്കെ ഇങ്ങനെ തിരികെ അവിടെ മുഖത്ത് നോക്കുമ്പോഴാണ് ലിപ്സ്റ്റിക്ക് മുഖത്ത്. പാത്തു മോൾ ഹായ്. കെബി കാക്കാക്ക് ഹായ്. പാത്തോന്ന് വിളിക്കണ്ട അഫ്നാസ്. സഫൂന്റെ അഞ്ചത്തി കേട്ടത്, സഫൂന്റെ അഞ്ചത്തിയാണ്. ഇത് കുസൃതിയാണ്, കുസൃതി. അപ്പൂസ് ഷർട്ട് ഇട്ടില്ല, അതുകൊണ്ട് നമ്മൾ അപ്പൂസിനെ കാട്ടൂല കേട്ടോ. പാത്തുമോൾ ഹായ്. വേർ ഈസ് ബ്രദർ? ബ്രദർ ഇവിടെ ഉണ്ട്. ബ്രദർ കുപ്പായ ഇടില്ലേ ഗൈസ്? കുപ്പായ ഇടുവാ. ഓ പുറം ചൊറിഞ്ഞ് നടക്കാണ്. സഫൂന്റെ അഞ്ചത്തിയാണ് കേട്ടോ. അഞ്ജന അഞ്ചത്തിക്കാണത്. എന്താ ഒരു ആഹാ. ഹായ്. ഞാൻ വേറെ എവിടെ എത്തി. ഞാനിപ്പോ സംസാരിക്കുന്നത് ആകാശത്ത് കൈയട്ടിയതാട്ടോ. സഫ മോർണിംഗ് ബേഡ് ചേച്ചി വന്നല്ലോ. ലൈക്ക് 13. ഞാൻ താങ്ക് യു സോ മച്ച്. പാത്തൂസ് വിളിക്കണ. പാത്തൂസ് ഭയങ്കര കുസൃതിയാണ്. ലിപ്സ്റ്റിക്കിന്റെ മരാണ് ലിപ്സ്റ്റിക്കിന്റെ ഈ പ്രായത്തിൽ തന്നെ. ഇട്ടുകൊടുക്ക്. പോലീസ് ഇട്ടുകൊടുത്താ? സഫു ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റുന്നു. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാം. ഞാൻ തന്നെ അന്തമുട്ടി അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി. ബാക്കൊന്ന് പോ. കുപ്പാടാതെ പോ. ഇറങ്ങി. എവിടെ ഉപ്പാടുക? കുപ്പാടാതെ നമുക്ക് ഓല ലൈവ് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. ഓഹോ അതെ. ഞാൻ ചിലപ്പോ ഇനി ഫ്ലൈറ്റിലൊക്കെ കയറണൊക്കെ കറങ്ങി ഞാൻ അന്തം പെടാൻ നിൽക്കണേ. ഇവിടെ ഫ്ലൈറ്റിലെത്തിയത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഓഹോ ലൈവില് കുട്ടികളെ കാണിക്കാൻ പാടില്ല പറയുന്നത് കേട്ടു. കോപ്പറേറ്റ് ആകുമെന്ന് തോന്നുന്നു. കുട്ടികളെ കാണിക്കാം, പക്ഷെ കുട്ടികൾ ഒറ്റക്കാവാൻ പാടില്ല. പിന്നെന്താണ് ഞാൻ പറഞ്ഞുതരട്ടോ. ഇവിടെ അയ്യോ അബൂസിന്റെ ആയി ഇട്ടിട്ടുണ്ട്. പോലീസ് ബാക്കിന്ന് പോ. പുറത്ത് പോയി കളിക്കും. ചെല് കുട്ടികളെ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 90 ദിവസത്തിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കുട്ടികളെ കുട്ടീനെ ഒറ്റയ്ക്ക് ലൈവിലാക്കി. അതെനിക്ക് അറിയില്ലായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ കുട്ടികളെ അവര് പിന്നെ അതുപോലെ തന്നെ ലൈവിൽ കൊണ്ടുവരാം. പക്ഷെ അവരെ കുപ്പായം മേൽവസ്ത്രമൊന്നും ഇല്ലാതെ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. കുറച്ച് സമയം നമുക്ക് അവരെ നമ്മളെ കൂടെ നിർത്താം. അല്ലാതെ അവരൊറ്റക്കാക്കിയിട്ട് നമ്മൾ ലൈവിലാക്കി പോകാൻ പാടില്ല കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ട് കാണിച്ച ഡിഫറെന്റ്. എനിക്കൊരു മിനിറ്റ് ഈ ഒന്ന് മാറ്റിക്കേ നോക്കി.